തൃശൂരിൽ LDF ഡെപ്യൂട്ടി മേയർ ഉദ്ഘാടനം ചെയ്ത റോഡ് വീണ്ടും മന്ത്രി ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്യുന്നു. ഡെപ്യൂട്ടി മേയറുടെ ഉദ്ഘാടന ഫലകം നീക്കാനെത്തിയ കോർപ്പറേഷൻ ഉദ്യോഗസ്ഥരെ കോൺഗ്രസ് പ്രവർത്തകർ തടഞ്ഞിരുന്നു. കോൺഗ്രസ് പ്രവർത്തകർക്കൊപ്പമാണ് ഡെപ്യൂട്ടി മേയർ റോഡ് ഉദ്ഘാടനം ചെയ്തത്. ജെയ്സൺ ചാമവളപ്പിൽ ചേരുകയാണ്. ജെയ്സൺ, ഇത് രണ്ടാമത്തെ ഉദ്ഘാടനം അല്ലേ? റോഷ്നി, ഈ റോഡിന്റെ കഥ, അരിസ്റ്റോ റോഡിന്റെ കഥ ചുരുക്കി പറയാം. 5-ാം തീയതി മേയർ ഉദ്ഘാടനം ചെയ്യാൻ തീരുമാനിക്കുന്നു. പിന്നീട് അത് 6-ാം തീയതിയിലേക്ക് മാറ്റുന്നു. 6-ാം തീയതി ഉദ്ഘാടനത്തിന് മുമ്പ് മേയർ തന്നെ വിളിക്കുന്നു. ഇത് കോൺഗ്രസ് കൗൺസിലർ വാർഡാണ്. ഇവിടെ മന്ത്രി ബിന്ദു ഉദ്ഘാടനം ചെയ്യാമെന്ന് ഏറ്റിട്ടുണ്ട്. അതുകൊണ്ട് തൽക്കാലം ഉദ്ഘാടനം വേണ്ടാന്ന് തീരുമാനിക്കുന്നു. ഉടനെ തന്നെ ഇവിടുത്തെ കോൺഗ്രസിന്റെ മുഴുവൻ കൗൺസിലർമാരും പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ ഡെപ്യൂട്ടി മേയറായ LDFന്റെ ഡെപ്യൂട്ടി മേയറായ ML റോസിയെ കൊണ്ട് ഉദ്ഘാടനം നിർവഹിക്കുന്നു. ആ ഉദ്ഘാടനം നിർവഹിച്ച ശേഷം സ്ഥാപിച്ച കല്ലാണിത്, ശിലാഫലകമാണിത്. അതിനുശേഷം പക്ഷേ ആകെ പ്രശ്നങ്ങൾ കൈവിട്ടു പോകുന്നു. ഡെപ്യൂട്ടി മേയർ ഉദ്ഘാടനം ചെയ്ത് അംഗീകരിക്കില്ല എന്ന് ഉടനെ തന്നെ കോർപ്പറേഷൻ പറയുന്നു. തുടർന്നാണ് മന്ത്രി ബിന്ദുവിനെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യാൻ തീരുമാനിക്കുന്നത്. ഇന്ന് അല്പസമയത്തിനകം മന്ത്രി ബിന്ദു ഉദ്ഘാടനം ചെയ്യും. അതിന് ഇത് പൊളിച്ച് മന്ത്രി ബിന്ദുവിൻ്റെ പേര് വെക്കാനായിട്ട് ഫലകവും പോലീസും ജീവനക്കാരൊക്കെ ആയിട്ട് വന്നു. പക്ഷേ കോൺഗ്രസ് പ്രവർത്തകരോട് തടഞ്ഞു. എന്താ സംഭവിച്ചു ഇവിടെ ഒരു അല്പം മുന്നേ തൃശ്ശൂർ കോർപ്പറേഷൻ്റെ ഹെൽത്ത് വിഭാഗത്ത് വന്നിട്ട് പറഞ്ഞു ഇത് പൊളിക്കണം എന്ന് പറഞ്ഞു. നമ്മൾ പറഞ്ഞു ഒരു കാരണവശാലും പൊളിക്കാൻ പറ്റില്ല. കഴിഞ്ഞ 6-ാം തീയതി ഇത് ഉദ്ഘാടനം കഴിഞ്ഞാണ്. ഇത് ഇവിടുത്തെ ജനകീയ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്തതാണ്. അതുമാത്രമല്ല ഇതിലെ കോർപ്പറേഷൻ്റെ ഭാഗമായ ഡെപ്യൂട്ടി മേയർ ML റോസിയാണ് ഉദ്ഘാടനം ചെയ്തത്. അതുകൊണ്ട് ഒരു കാരണവശാലും ഇത് പൊളിക്കാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് അവരെ തിരിച്ചയക്കുകയാണുണ്ടായത്. അതിനുശേഷം പോലീസിനോട് കാര്യങ്ങൾ പറഞ്ഞ് അവരെ തിരിച്ചുവിടുകയാണ് ഉണ്ടായത്. ഇപ്പോൾ ഇവിടെ നമുക്ക് ഈ പോലീസ് വാഹനം കിടക്കുന്ന 2 പോലീസ് വാഹനം ഇവിടെ കിടക്കുന്നുണ്ട്. ഇവിടെ സംഘർഷ സാധ്യത കണക്കിലെടുത്ത് പോലീസിനൊക്കെ നിയോഗിച്ചിട്ടുണ്ട്. ഇതാണ് അരിസ്റ്റോ റോഡ് എന്ന് പറയുന്നത്. ഈ റോഡാണ്. ഈ റോഡ് വളരെ ഭംഗിയായി പണിതിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ജനങ്ങൾക്ക് തുറന്നു കൊടുക്കുക എന്നുള്ള ആവശ്യം ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് എത്തിയിട്ടുണ്ട്. സംഗതി അവർ ഇത് പൊളിച്ച് വേറെ കല്ല് വെക്കാനായിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു. നേരത്തെ കോർപ്പറേഷനിൽ നിന്ന് 4-5 പേര് വന്ന് ഇത് പൊളിക്കാൻ ശ്രമിച്ചു. ഇപ്പോൾ ഒരു 10 പേര് വരുന്നുണ്ട് ബലമായിട്ട് പൊളിക്കാൻ, പോലീസ് ഇറക്കാൻ പൊളിക്കാമെന്ന് പറയുന്നത്. ഇത് കോർപ്പറേഷൻ ഉദ്ഘാടനം ചെയ്ത റോഡാണ്. മേയറാണ് തീരുമാനിച്ചിരുന്നത്. മേയറെ CPM മാറ്റുകയാണ് ഉണ്ടായത്. ബിന്ദുവിനെ, മുൻ മേയറും മന്ത്രിയുമായ ബിന്ദുവിനെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയിട്ട് അവർ മാറ്റിവെച്ചത്. പക്ഷേ ഞങ്ങളത് ഉദ്ഘാടനം നടത്തി. അന്ന് ഞങ്ങളെല്ലാവരും പങ്കെടുത്തു. ഡെപ്യൂട്ടി മേയറാണ് ഉദ്ഘാടനം ചെയ്തത്. അതിന്റെ പേരിൽ ഡെപ്യൂട്ടി മേയർ ഉദ്ഘാടനം ചെയ്തു പറഞ്ഞാൽ വീണ്ടും പൊളിക്കാവുന്ന തടയും അല്ലേ? പൊളിക്കാൻ ഞങ്ങൾ അനുവദിക്കുന്ന പ്രശ്നമൊന്നുമില്ല. റോഷ്നി, ഈ റോഡിന്റെ അറ്റത്ത് ഇപ്പോൾ പണി നടക്കുന്നുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. പിന്നെ കോർപ്പറേഷൻ ഉദ്യോഗസ്ഥരൊക്കെ കൂടി അങ്ങോട്ട് പോയിട്ട് ഇതൊരു ശിലാഫലകം, അപ്പുറത്ത് വേറെ ശിലാഫലകം, ഒരു റോഡിന് 2 ഉദ്ഘാടനം വളരെ വിചിത്രമായിരിക്കുന്നു. അതും LDFന്റെ 2 പ്രധാനപ്പെട്ട ആളുകൾ 2 സ്ഥലത്ത് നിന്ന് ഉദ്ഘാടനം ചെയ്യുന്നു. ഒന്ന് ഡെപ്യൂട്ടി മേയർ ML റോസിയും, അറ്റത്ത് മന്ത്രി ആർ ബിന്ദുവും. ഇതാണ് ഈ റോഡിന്റെ കഥ. അല്പസമയത്തിനകം എന്ത് സംഭവിക്കുമെന്ന് കാത്തിരുന്ന് കാണാം. വളരെ രസകരമായ ഒരു കഥയാണ്. അതൊരു സംഘർഷത്തിലേക്ക് പോകുമെന്ന് മാറിയിരിക്കുകയാണ്. അതായത് 2 ശിലാഫലകങ്ങൾ, പാലം ഉദ്ഘാടനത്തിനൊക്കെ വ്യത്യസ്ത പാർട്ടികൾ അവരവരുടേതായി ഫ്ലെക്സ് വെക്കൽ, ഇതൊക്കെ ഇപ്പൊ പതിവായി മാറിയിരിക്കുന്നു. ഇതാണ് ഇപ്പോഴത്തെ ട്രെൻഡ് അല്ലേ ജെയ്സൺ? റോഷ്നി, അത് 2 പാർട്ടികൾ വെക്കുന്നതാണ്. ഇത് LDFന്റെ തന്നെയാണ്. LDF ഭരിക്കുന്ന തൃശ്ശൂർ കോർപ്പറേഷന്റെ LDFന്റെ ഡെപ്യൂട്ടി മേയറായ ML റോസി ഉദ്ഘാടനം കഴിഞ്ഞതിന് ശേഷം സ്ഥാപിച്ച ശിലാഫലകം. അതിനും അപ്പുറത്ത് ഇപ്പോൾ ആ അറ്റത്ത് LDFന്റെ തന്നെ മന്ത്രിയായ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നു. അതിനുവേണ്ടി അപ്പുറത്ത് നിർമ്മാണം നടക്കണം. ഏതായാലും അധികം വൈകാതെ രസകരം കൗതുകമായ കുറെ കാഴ്ചകൾക്ക് ഒരു പക്ഷേ ഇത് ഇവിടെ സാക്ഷ്യം വഹിക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ശരി, എന്തായാലും രണ്ടാമത്തെ ഉദ്ഘാടനത്തിനായി നമ്മൾ കാത്തിരിക്കുന്നു. എന്ത് സംഭവിക്കുമെന്ന് നോക്കാം.